കോടതി മുറിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് വിവരങ്ങൾ നൽകാൻ എൻ കെ ഷിജു അരുൺകുമാറിനൊപ്പം തയ്യാറാണ്. ഷിജു, ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറൊപ്പം ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ്. വിശദാംശങ്ങൾ, കോടതി മുറിയിൽ സംഭവിച്ചതെന്ത്, വിധിന്യായത്തിലെ വിശദാംശങ്ങൾ. കോടതി മുറിയിൽ സംഭവിച്ച വിശദാംശങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. എൻ കെ ഷിജു, കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെല്ലാം കാത്തിരുന്നത് ഈ ക്രൂരകൃത്യത്തിന് എന്ത് ശിക്ഷ നൽകുമെന്നുള്ളതാണ്. കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു. ഈ കുറ്റ മനസ്സിന്, ചെകുത്താന്റെ മനസ്സിന് വധശിക്ഷ, അതായത് മരണം വരെ തൂക്കുകയറല്ലാതെ മറ്റൊരു ശിക്ഷയും നൽകാനാകില്ല. മാത്രമല്ല, സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് ഇത്തരമൊരു കേസിൽ വധശിക്ഷ നൽകരുത് എന്ന് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു സ്നേഹത്തെയാണ് ഇയാൾ വഞ്ചിച്ചത്. പലപ്പോഴും കുറ്റകൃത്യം ചെയ്യാനുള്ള എല്ലാ ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രായം കോടതിയുടെ മുന്നിലില്ല. മാത്രമല്ല, ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ഈ കൊല്ലപ്പെട്ട ഷാരോണിന്റെ അച്ഛന്റെയും അമ്മയുടെയും മാനസികാവസ്ഥ കൂടി താൻ നോക്കേണ്ടതുണ്ട്. അവരെ കോടതിക്കകത്തേക്ക് വിളിച്ച് വിധി കേൾക്കാൻ താൻ ആവശ്യപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി, അതായത് ഒരുപക്ഷെ കോടതി ഇത്ര വിശദമായി ഇത്തരം ഒരു കേസിൽ വിധി പറഞ്ഞ് സാധാരണഗതിയിൽ ഓപ്പൺ കോടതിയിൽ വിധി പറയാറില്ല. പക്ഷേ കോടതി വളരെ വിശാലമായ വിധി പ്രസ്താവമാണ് ഓപ്പൺ കോടതിയിൽ തന്നെ നടത്തിയിട്ടുള്ളത്. അതാണ് ഷിജു, ഈ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും 94 സാക്ഷികൾ ഉണ്ടായിട്ടും ഇതിൽ പ്രതിഭാഗം വാദിച്ചത് കൃത്യമായ സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷി മൊഴികളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപൂർവമായ കേസായി ഇത് മാറില്ല എന്നാണ്. പക്ഷേ ഇത് അപൂർവമായ കേസായി മാറിയിരിക്കുന്നു. അസാധാരണമായി തന്നെ ഒരു കടുത്ത ശിക്ഷ, പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അരുൺ, ഇത് അപൂർവമായ ഒരു കേസിലേക്ക് എത്താനുള്ള സാഹചര്യം കോടതി എങ്ങനെയാണ് വിലയിരുത്തിയത്? അതായത് ഒരു സ്നേഹത്തെ തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് പല ഘട്ടങ്ങളിലായി ഇതിൽ കൃത്യമായി, അതായത് ഒരു ആസൂത്രണം ഇതിൽ നടന്നു എന്ന് കോടതി എണ്ണി പറയുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതി ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളുണ്ട് ഈ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ. അതായത് ഇത് സമർത്ഥമായ ഒരു ബ്രില്യൻ്റ് ആയ ഒരു കൊലപാതകമാണ്. ഘട്ടം ഘട്ടമായി സ്ലോ പോയിന്റ്